ഹായ് ഓൾ, ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 7 ഡേയ്സ് ടു ക്ലീ സീരീസിലെ ഡേ 3 ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ലാസ്റ്റ് കുറച്ച് ഡേയ്സ് കൂടി ഉള്ളൂ, അപ്പോൾ വരാൻ കുറച്ച് ചാൻസ് ഉള്ള കുറച്ച് ജി കെ സ്റ്റാറ്റിക് ജി കെ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് ഈ വർഷം നടന്നു പോയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. ഡേ 1 ആൻഡ് 2 ഇംഗ്ലീഷും ലീഗലും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 2 പോർഷൻസ് ആണ് ഇംഗ്ലീഷും ലീഗലും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് മുഴുവൻ കാണുക. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോയിലെ കണ്ടന്റിൽ കടക്കുന്നതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ജോബ് സെക്യൂരിറ്റിയുടെ ഓൾ കേരള ക്ലീ മോക്കാണ്. 29th May 7 PM നമ്മളെ ഓൾ കേരള ക്ലീ മോക്ക് നടക്കുന്നത്. 120 ക്വസ്റ്റ്യൻസ്, നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽ മാറിയ പാറ്റേൺ 120 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 120 ക്വസ്റ്റ്യൻസ് ഉള്ള CBT എക്സാം നിങ്ങൾ എക്സാം ഹാളിൽ പോയി ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് അതേ ഇൻ്റർഫേസിൽ അതേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതേ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് ജോബ് സെക്യൂർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുക്കി തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യുക. ഒന്ന് QR കോഡ് സ്കാൻ ചെയ്തോളൂ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. എല്ലാന്നുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. മോക്കിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ അതുപോലെ തന്നെ ലാപ്പ്, ടാബ്ലറ്റ് ഏത് ഡിവൈസിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിടുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി ബ്രിഡ്ജ് മെയ്ഡ് ബൈ ദി ഇന്ത്യൻ ആർമി ഡ്യൂറിംഗ് ദി മുണ്ടക്കായ് ഡിസാസ്റ്റർ? വയനാട്ടിലെ മുണ്ടക്കായിൽ ദുരന്തം കഴിഞ്ഞ വർഷമാണ് നടന്നത്. കഴിഞ്ഞ വർഷത്തെ ക്ലിയോട് അടുപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇന്ത്യൻ ആർമി അവിടെ കൺസ്ട്രക്ട് ചെയ്ത ഒരു ബ്രിഡ്ജ് ഉണ്ട് വിത്തിൻ ഡേയ്സ്. അതിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബെയ്ലി ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ്. ബ്രിഡ്ജുമായി റിലേറ്റഡ് ആയിട്ട് ഈ വർഷം വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ് ഹയസ്റ്റ് ബ്രിഡ്ജ് ഇൻ ദി വേൾഡ്. അത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചെനാബ് ബ്രിഡ്ജാണ്. ചെനാബ് റിവറിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിൽ തീർച്ചയായിട്ടും അത് നോക്കി വെക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഓപ്പൺ ചെയ്താണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഈ അടുത്തായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്ത ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ടൈപ്പാണത്. അത് അറിയുന്ന ആളുകളൊന്ന് അതിൻ്റെ പേര് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഹെലികോപ്റ്റർ എമർജൻസി മെഡിക്കൽ സർവീസ് സ്റ്റാർട്ടഡ് അറ്റ് ഡാഷ്. ഇതും ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, എയർ ആംബുലൻസ് ആണ്. അത് ക്വസ്റ്റ്യൻ കുറച്ച് അങ്ങനെ കാണുമ്പോൾ വേർഡ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നേ ഉള്ളൂ. എയർ ആംബുലൻസ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ആംബുലൻസ് എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ സി, ഋഷികേശ് ആണ്. ഋഷികേശിലെ എയിംസിലാണ് അത് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡാഷ് ഈസ് ദി ഫസ്റ്റ് ജഡ്ജ് ടു ഫേസ് ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ്സ് ഹു റീസെൻ്റ്ലി പാസ്ഡ് അവേ ഇൻ March 2025. 2025 മരിച്ച ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് ഫേസ് ചെയ്ത ജഡ്ജ് ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി, വി രാമസ്വാമിയാണ്. അദ്ദേഹമാണ് March 8 അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് ഫേസ് ചെയ്തിട്ടുള്ള ജഡ്ജ് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് March 8 മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജയശ്രീ വെങ്കടേഷൻ ഇസ് ദി ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഡാഷ്. ഒരു അവാർഡ്സ് റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഫസ്റ്റ് ഇൻ ഇന്ത്യ എല്ലാ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് ആർ റാംസർ അവാർഡ് ഫോർ വെറ്റ്ലാൻഡ് വൈസ് യൂസ്, യുനെസ്കോ സുൽത്താൻ ഖബൂസ് പ്രൈസ് ഫോർ ദി എൻവയോൺമെന്റൽ കൺസർവേഷൻ, റാംസർ ഗ്രീൻ പ്രൈസ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്രീൻ നൊബേൽ പ്രൈസ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, റാംസർ അവാർഡ് ഫോർ വെറ്റ്ലാൻഡ് വൈസ് യൂസ്. റാംസർ അവാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇങ്ങനെ GKയിൽ കാണുന്നതാണ്. നമ്മൾ മുൻപത്തെ വീഡിയോസിലും ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത്. 1971 ഈ കൺവെൻഷൻ നടന്നിട്ടുള്ളത്. ഇറാനിലെ റാംസർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് റാംസർ കൺവെൻഷൻ എന്ന് പേര് വന്നിട്ടുള്ളത്. അതിൽ ആൻസർ വരുന്നത് റാംസർ അവാർഡ് ഫോർ വെറ്റ്ലാൻഡ് വൈസ് യൂസ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ റാംസർ സൈറ്റ്സ് നോക്കി വെക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നോക്കിയിരിക്കേണ്ട ഒന്നാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. ഇതിൽ നിന്നൊക്കെ തന്നെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ചിലിക്ക ലേക്ക്, അതുപോലെ തന്നെ വേറെ ഒറീസയിലുള്ള നാഷണൽ പാർക്സ് ഒക്കെയാണ് ആദ്യത്തെ റാംസർ സൈറ്റ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് സുന്ദർബൻസ് ആണ്. അതൊക്കെ തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് റെക്കോർഡ്സ് ഡസ് ക്രിസ്റ്റി കവൻട്രി സെറ്റ് വിത്ത് ഹർ എലക്ഷൻ ആസ് ദി IOC പ്രസിഡന്റ്? IOCയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ക്രിസ്റ്റി കവൻട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ അറിയുന്ന ടോപ്പിക് ആയിരിക്കും, പക്ഷെ അറിയാത്ത ഒന്നോ രണ്ടോ കാര്യങ്ങൾ അതിൽ എപ്പോഴും കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി സ്കിപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്.
അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസിൻ്റെ കോമ്പിനേഷനും കൂടെ നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് വുമൺ ടു ഹോൾഡ് ദി പൊസിഷൻ, ശരിയാണ്. 10ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ 4 സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 11th പ്രസിഡന്റ് ഓഫ് ദി IOC എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ വന്നിട്ടുള്ളത് 10th ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് ആഫ്രിക്കൻ ടു ഹോൾഡ് ദി പൊസിഷൻ, അതും ശരി തന്നെയാണ്. ഷി ഒഫീഷ്യലി സക്സീഡ്സ് തോമസ് ബാക്ക് ആസ് പ്രസിഡന്റ്, യെസ് അതും ശരിയാണ്. 9th പ്രസിഡന്റ് എന്ന് പറയുന്നത് തോമസ് ബാക്ക് എന്ന് പറയുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ 1, 2 and 3 ഇതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവർ 10ാമത്തെ പ്രസിഡന്റ് ഓഫ് IOC ആണ് എലക്ട് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി 1, 2 and 3 ആർ കറക്റ്റ്. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദ്യം വരാനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മുഴുവൻ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദി ഫൗണ്ടർ ഓഫ് ദി DeepSeek പ്ലാറ്റ്ഫോം? കുറച്ച് കാലങ്ങളായിട്ട് ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷം ChatGPT ആയിരുന്നു സാം ഓൾട്ട്മാൻ. ഈ വർഷം അത് ക്വസ്റ്റ്യൻ വരാൻ സയൻസ് ആൻഡ് ടെക്നോളജിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒന്ന് DeepSeek ആണ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലിയാങ് വെൻഫെങ് ആണ്. ചൈനീസ് ആണ് അവരുടെ ഒറിജിൻ വരുന്നത്. DeepSeekഉം ഒരു ചൈനീസ് കമ്പനി തന്നെയാണ്. ഒരു ChatGPT പോലെ തന്നെ ഒരു ചാറ്റ് ബോട്ടാണ് DeepSeek എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Prabowo Subianto was the chief guest at the 2025 Republic Day parade. He is the president of which country? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 2024 റിപ്പബ്ലിക് ഡേ പരേഡ് ചീഫ് ഗസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം വരാൻ സാധ്യതയുള്ള ഒന്നാണ് റിപ്പബ്ലിക് ഡേ റിലേറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇന്തോനേഷ്യയാണ്. ഈ റിപ്പബ്ലിക് ഡേ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വേറെ 1-2 കാര്യങ്ങൾ കൂടെ ഉള്ളത് ടാബ്ല്യൂകളാണ്. സ്റ്റേറ്റ്സിൻ്റെ ടാബ്ല്യൂകളുടെ പരേഡും അതുപോലെ തന്നെ പല വേരിയസ് മിനിസ്ട്രിയുടെ ടാബ്ല്യൂകളുടെയും പരേഡ് ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ തന്നെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ 2025 റിപ്പബ്ലിക് ഡേ പരേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 2025 റിപ്പബ്ലിക് ഡേ എന്നൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ മുഴുവൻ ഡീറ്റെയിൽസും അയച്ചു തരുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. ഓക്കെ, പേൾ സിറ്റി, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നൊക്കെ തുടങ്ങിയിട്ട് കാണാറുണ്ട്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഹമ്മദാബാദ് ആണ്. അതിൽ ഓപ്ഷൻ എ മുംബൈ എന്ന് പറയുന്നത് മായാനഗരി അല്ലെങ്കിൽ സിറ്റി ഓഫ് ഡ്രീംസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹൈദരാബാദ് സിറ്റി ഓഫ് പേൾസ് ആണ്. ജയ്പൂർ എന്ന് പറയുന്നത് പിങ്ക് സിറ്റിയാണ്. അതുപോലെ തന്നെ ബ്ലൂ സിറ്റി, ബ്ലാക്ക് സിറ്റി, സ്പൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ളതും കൂടെ നോക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് 2 countries ആർ കോ ഹോസ്റ്റിംഗ് ദി IKMA മിലിറ്ററി എക്സസൈസ്? മിലിറ്ററി എക്സസൈസും സ്ഥിരമായിട്ട് ക്യുസാറ്റിലാണ് ഇത്തരത്തിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറ്. എന്നാലും ക്ലീയുടെ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാറുണ്ട് മിലിറ്ററി എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും താൻസാനിയ കൂടെ ആദ്യമായിട്ടാണ് ഒരു മിലിറ്ററി എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അത്തരത്തിലുള്ള റെക്കോർഡ് കൂടെ ആ മിലിറ്ററി എക്സസൈസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എംബാൾമിംഗ് ഇസ് ദി പ്രൊസീജിയർ ഓഫ് ഡാഷ്. സയൻസ് റിലേറ്റഡ് ആയിട്ട് പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് ഫോസിൽസ്, ഓപ്ഷൻ ബി ഇനാക്ടിവേറ്റ് ഓർ ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് ഓൺ ഇനേർട്ട് സർഫസസ് പ്രിസർവിംഗ് എ ഡെഡ് ബോഡി ടു സ്ലോ ഡൗൺ ഡീകമ്പോസിഷൻ, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡെഡ് ബോഡി കമ്പോസിഷൻ സ്ലോ ഡൗൺ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് എംബാൾമിംഗ് എന്ന് പറയുന്നത്. അതിൽ ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് ഫോസിൽസ് എന്ന് പറയുന്നത് പാലിയോന്തോളജി ആണ്. ഓപ്ഷൻ ബി ഡിസിൻഫെക്റ്റൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇംഗ്ലീഷിലും ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 1 word സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട്. ഇത് നമുക്ക് GK ആയതുകൊണ്ട് തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ദി ഓൺലി വുമൺ ഇൻ ഹിസ്റ്ററി ടു ഹാവ് ബീൻ ഫസ്റ്റ് ലേഡി ഓഫ് 2 different countries, ദാറ്റ് ഈസ് മൊസാംബിക് ആൻഡ് ദി സൗത്ത് ആഫ്രിക്ക? 2 രാജ്യങ്ങളുടെ ഫസ്റ്റ് ലേഡി ആയിട്ടുള്ള ആദ്യത്തെ വനിത അല്ലെങ്കിൽ ഒരേ ഒരു വനിത എന്ന് പറയുന്നത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ ഗ്രേസ മാഷേൽ എന്ന് പറയുന്ന ആളാണ്. അവർ സൗത്ത് ആഫ്രിക്കയുടെ മൊസാംബിക് എന്ന് പറയുന്ന കൺട്രീസിൻ്റെ ഫസ്റ്റ് ലേഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം വരാൻ ചാൻസ് ഉള്ളതിന് ഒന്നാണ് ഈ ഷെയ്ഖ് ഹസീന റിലേറ്റഡ് ആയിട്ട്. ബംഗ്ലാദേശിൻ്റെ പ്രശ്നങ്ങളൊക്കെ മുമ്പ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. 10th ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ബംഗ്ലാദേശ് ആണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കി വെക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺട്രീസിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ട്, US ആൻഡ് UK. ഈ 2 കൺട്രീസിൻ്റെയും ഫസ്റ്റ് ലേഡീസിൻ്റെ പേര് കൂടെ തീർച്ചയായിട്ടും നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദി ലാർജസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മുൻപ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ കണ്ട് പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻഡോ ആര്യൻ ആണ്. നോർത്തിലേക്കുള്ള ലാംഗ്വേജസ് ആണ് മെയിനായിട്ട് ആ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിൽ വരുന്നത്.
ഹിന്ദി, ഗുജറാത്തി, ആസാമീസ് തുടങ്ങിയത്. ഓപ്ഷൻ എ ദ്രാവിഡിയൻ എന്ന് പറയുന്ന സദേൺ റീജിയനിൽ നമ്മുടെ മലയാളം, തമിഴ്, കന്നഡ അത്തരത്തിലുള്ള ലാംഗ്വേജസിനെയാണ് ദ്രാവിഡിയൻ ലാംഗ്വേജസ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ മെനി റിബ്സ് ആർ പ്രസൻറ്റ് ഇൻ ദി ഹ്യൂമൻ ബോഡി? എത്ര പെയർ ആണെന്നുള്ള ചോദ്യങ്ങളും വരാറുണ്ട്, കൺഫ്യൂസ്ഡ് ആവരുത്. സിമ്പിളാണ്, ഓപ്ഷൻ സി 24 ആണ്. അതായത് 12 എണ്ണത്തിൻ്റെ 2 പെയർ. അതിൽ ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ് തുടങ്ങിയ ക്ലാസിഫിക്കേഷൻസും വരുന്നുണ്ട്, അതുകൂടെ നോക്കി വെക്കുക. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു റിമൈൻഡർ കൂടെ തരികയാണ്. നമ്മുടെ ഓൾ കേരള ക്ലീമോക്ക് 29th നടക്കുന്നത്. ഞാൻ ആദ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ. കഴിഞ്ഞ വർഷവും നമ്മൾ നടത്തിയതാണ്. 2000-ൽ കൂടുതൽ കുട്ടികൾ കഴിഞ്ഞ വർഷവും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എവിടെ എത്തി നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുള്ളത് കൂടെ മനസ്സിലാക്കാനുള്ളൊരു ചാൻസാണിത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യുക. പ്രീ രജിസ്ട്രേഷൻ മസ്റ്റാണ്. എന്തായാലും രജിസ്റ്റർ ചെയ്ത് വെക്കുക. നമ്പറുണ്ട്, QR കോഡ് ഉണ്ട്, ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ 7 days to Gleeലെ ഡേ 3 ആണെന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് വീഡിയോ. ഇനിയും 4 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ആ 4 വീഡിയോസ് മിസ് ഔട്ട് ചെയ്യാതെ കിട്ടാൻ വേണ്ടിയിട്ട് ജോബ് സെക്യൂർഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അത് നോട്ടിഫിക്കേഷനായിട്ട് അവൈലബിൾ ആണ്. ഇടുന്ന ഓരോ പോസ്റ്റും മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലും നമ്മൾ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.